വേനൽ കടുത്തതോടെ കുപ്പിവെള്ളത്തിൻ്റെ ബിസിനസ് വർദ്ധിച്ചിരിക്കുകയാണ്. കേരളത്തിൽ ഒരു ദിവസം 10 കോടി രൂപയുടെ കുപ്പിവെള്ള ബിസിനസ്സാണ് നടക്കുന്നത്. ഇതിന് ഏതാണ്ട് 5.5 ലക്ഷം ലിറ്റർ വെള്ളം വേണം. അതോടൊപ്പം 5 ലക്ഷം ബോട്ടിലുകളും വേണം 1 ലിറ്ററിൻ്റെ. ഇത്രയും ബോട്ടിലുകൾ ഈ പ്രകൃതിയിൽ തന്നെ വലിച്ചെറിയുകയാണ് ചെയ്യുന്നത്. നമുക്ക് കിട്ടുന്ന ഈ കുപ്പിവെള്ളം ശുദ്ധജലമല്ല. അതിൽ തന്നെ നമുക്ക് ആ ലേബലിൽ തന്നെ വ്യക്തമായി അവർ എഴുതിയിട്ടുണ്ട്, ഡ്രിങ്കിങ് പാക്കേജ് വാട്ടർ. അത്രയേ ഉള്ളൂ. അത് ശുദ്ധീകരിച്ചിട്ടില്ല, അതിൻ്റെ അത് എന്തുണ്ടെന്നറിയത്തില്ല. ഡ്രിങ്കിങ് വാട്ടർ അത്രയേ ഉള്ളൂ. ഏത് വെള്ളം? വെറും പൈപ്പ് വെള്ളമാണ്. അതാണ് നമുക്ക് തരുന്നത്. അതുമാത്രമല്ല, അതിൽ കീടനാശിനി കൂടി ചേർക്കും, നേർപ്പിച്ച കീടനാശിനി. അതായത് അതിൽ പൂപ്പലും ഫംഗലും ഒന്നും വരാതിരിക്കാൻ, ഇല്ലെങ്കിൽ അതിൽ ഈ ആൽഗകൾ ഒക്കെ വളർന്നു വരും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി കീടനാശിനിയും കൂടെ ചേർത്താണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് നാം യാത്രയ്ക്ക് പോകുമ്പോഴുമൊക്കെ മറ്റാവശ്യങ്ങൾക്കും ഓഫീസിൽ പോകുമ്പോഴും എന്തിനും നമുക്ക് വീട്ടിൽ തന്നെ തിളപ്പിച്ചാറി ഈ ബോട്ടിലുകളിൽ ഒഴിച്ച് കൊണ്ടുപോകുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മുടെ അനാസ്ഥ കാരണമാണ് ഇത് കാശ് കൊടുത്ത് വാങ്ങുകയും അതോടൊപ്പം രോഗമുണ്ടാക്കുകയും കൂടി ചെയ്യുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. മറ്റൊരു കാര്യം, ഒരു ഡ്രിങ്കിങ് വാട്ടർ 1 ലിറ്ററിൻ്റെ ഒരു ഡ്രിങ്കിങ് വാട്ടർ നിർമ്മിക്കണമെങ്കിൽ 9 ലിറ്റർ വെള്ളം വേണം. 1 ലിറ്റർ ഉണ്ടാക്കാൻ 9 ലിറ്റർ വെള്ളം വേണം. കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും. അതിൻ്റെ കൂളിങ്ങും മറ്റ് ആ ഉൽപ്പാദനത്തിൻ്റെ ഭാഗമായിട്ടുള്ള വൃത്തിയാക്കലും ഒക്കെ ഭാഗമായിട്ടാണ് ഈ 9 ലിറ്റർ എന്ന കണക്ക് വന്നത്. ഇതൊക്കെ പഠനവിധേയമായിട്ടുള്ള കണക്കുകളാണ്.